അപ്പൊ ഡിവിസിബിൾ ബൈ 7 നോക്കിയോ. ഒരു എക്സാമ്പിളിലൂടെ പറയാം. എത്ര പറഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഒരു എക്സാമ്പിൾ. അപ്പൊ ഡിവിസിബിൾ ബൈ 7 ഒരു എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഡിവിസിബിൾ ബൈ 7ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കുക. ഇതിനകത്ത് ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അതിന്റെ ഡബിൾ എന്ന് വെച്ചാൽ 3 × 2 എത്രയാണ്? 6. അപ്പൊ ശ്രദ്ധിച്ചോണം, ലാസ്റ്റ് ഇതൊരു എളുപ്പമാർഗമാണ് 7ന്റെ ഡിവിസിബിലിറ്റി നോക്കാൻ വേണ്ടി എളുപ്പം ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, ലാസ്റ്റ് ഡിജിറ്റ് ഡബിള്. ആ ഡബിള് ഈ റിമൈനിങ് ബാക്കിയുള്ള നമ്പേഴ്സ്, ബാക്കി എത്ര 107 ആണ്, അതിൽ നിന്നും കുറയ്ക്കുക. അപ്പൊ നമ്മൾ ചെയ്ത മെത്തേഡ് എന്താണ്? ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിള് ബാക്കിയുള്ള നമ്പറിൽ നിന്ന്, ബാക്കി എന്താണോ കിടക്കുന്നത് അതിന് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എത്ര? 1. വീണ്ടും വലിയൊരു നമ്പറാണ്. ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ 1 × 2 അതിന്റെ ഡബിൾ എത്രയാണ്? 2. ബാക്കിയുള്ള നമ്പർ ഇത് മൈനസ് ചെയ്യുക. ബാക്കിയുള്ള നമ്പർ അതെടുക്കുന്നത്, ബാക്കിയുള്ള റിമൈനിങ് നമ്പർ മൈനസ് ചെയ്യുക. എത്രയാണ്? 8. അപ്പൊ 8 കിട്ടി. ഒന്നെങ്കിൽ 0 ഓർ മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? 7. ഒന്നെങ്കിൽ 0 ലാസ്റ്റ് വരുമ്പോൾ 0 ആകാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 ആയിരിക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ആ നമ്പറിന്റെ ഡിവിസിബിൾ ബൈ 7 ആണ്. അപ്പൊ ഒരു നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെ നോക്കുന്നത്? ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ എടുക്കുക, അതിനെ ബാക്കിയുള്ള നമ്പറിൽ നിന്ന് അത് മൈനസ് ചെയ്യുക, വീണ്ടും ഈ പ്രൊസീജിയർ കണ്ടിന്യൂ വരുമ്പോൾ ഒന്നുകിൽ ലാസ്റ്റ് 0 വരും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 വരും. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 7 ആണ്. ഇത് വന്നില്ലെങ്കിൽ എന്താണ്? നോട്ട് ഡിവിസിബിൾ ബൈ ആണ്. അപ്പൊ ഇത് 8 ആണ്. അപ്പൊ 8 ഡിവിസിബിൾ ബൈ 7 ആണോ? 7ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണോ? അല്ല. അപ്പം ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 7. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, വിച്ച് വൺ ഓഫ് ഈസ് ഡിവിസിബിൾ ബൈ 7. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഡിവിസിബിൾ ബൈ 7? കുറെ ഓപ്ഷൻ തരും. അപ്പൊ ഓരോ ഓപ്ഷൻ നമ്മളെടുത്ത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ചെയ്തു പോവാം. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതിന് വേറൊരു എക്സാമ്പിൾ കൂടെ എടുക്കാം. ഡിവിസിബിലിറ്റി വരുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. 1 മിനിറ്റ് ഒരു മൾട്ടിപ്ലൈ ഒന്ന് ചെയ്തിട്ട് ഡിവിസിബിൾ വരുന്ന എക്സാമ്പിൾ എടുക്കാം. One 8 1 2 5 1. നമുക്ക് ചെക്ക് ചെയ്യാം പെട്ടെന്ന്. ലാസ്റ്റ് നമ്പർ എത്ര? ലാസ്റ്റ് നമ്പർ എത്ര? 1. 1ന്റെ ഡബിൾ എത്ര? 2. 2 ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ എത്ര? 3 2 1 8 1. ഓക്കെ ഇല്ലയോ? ഇനി ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 3 ആണ്. ശ്രദ്ധിച്ചോണം. അപ്പൊ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്, അതിന്റെ ഡബിൾ ബാക്കിയുള്ള നമ്പർ ഇത് മൈനസ് ചെയ്ത്. ഈ കിട്ടിയ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. 3യുടെ ഡബിൾ എത്രയാണ്? 6. 6 മൈനസ് ചെയ്യുക. 2 നിലത്തിൽ ഇപ്പുറത്ത് നോക്കുമ്പോൾ 12. 12 6 കുറച്ച് 6. പിന്നെ 1 ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ 0 8 1 അല്ലയോ? ഇതിലൂടെ 6 അടിമൊഴി ചെയ്ത് കിട്ടുന്നത്. അപ്പൊ ബാക്കിയുള്ളതിന് ആ 3യുടെ ഡബിൾ 6 മൈനസ് ചെയ്ത്. വീണ്ടും ലാസ്റ്റ് ഡിജിറ്റ് ആണ് 6. അതിന്റെ ഡബിൾ എത്രയാണ്? 12. ബാക്കിയുള്ളതാണ് ആ ലാസ്റ്റ് ആ വട്ടിട്ടേക്ക് വിട്ട് കളഞ്ഞാണ്. ബാക്കിയുള്ള അതിന്റെ ഡബിൾ എടുത്തിട്ട് ബാക്കിയുള്ളതിന് മൈനസ് ചെയ്ത് പോയാൽ മതി. അപ്പൊ എത്ര? 12 8 വരും. ഇവിടെ എത്ര വരും? 6 വരും. ഇവിടെ എത്ര വരും? 1. എത്ര ലാസ്റ്റ് ഡിജിറ്റ്? അല്ലയോ? 8. അതിന്റെ ഡബിൾ എത്ര? 16. 16 മൈനസ് ബാലൻസ് എത്ര കിട്ടി? 2. ഈ നമ്പർ എന്താണ്? ഡിവിസിബിൾ ബൈ 7. അപ്പൊ ഈ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് 7ന്റെ ഡിവിസിബിലിറ്റി നോക്കുന്നത്. ഒരു നമ്പറിന്റെ 7ന്റെ ഡിവിസിബിലിറ്റി വെറുതെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം പെട്ടെന്ന്. അതിനേക്കാൾ നല്ലത് ഈ ഡബിൾ എടുത്ത് അതിന്റെ ഇരട്ടി, എന്നിട്ട് ലാസ്റ്റ് ഇതിന്റെ ഡബിൾ മൈനസ് ചെയ്ത് പോയാൽ മതി. പെട്ടെന്ന് ചെയ്യാം മൈനസ് ചെയ്ത്. അപ്പൊ 1 ആണ്. 1ന്റെ ഡബിൾ 2 ആണ്. 2 ബാക്കിയുള്ള മൈനസ് ചെയ്യുമ്പോൾ ഇത് കിട്ടും.
3 ഡബിൾ 6 ആണ്. 6 ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. 6 ഡബിൾ 12 ആണ്. 12 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. 8 ഡബിൾ 6 ആണ്. 6 ബാക്കിയുള്ള മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടി. അപ്പൊ ഇതാണ് ഡിവിസിബിൾ ബൈ 7. 7ന്റെ ഡിവിസിബിലിറ്റി. ഇത് വേറെണ്ണം നിങ്ങൾ തന്നെ നോക്കിയേ. ഇത് നോക്കിയേ, ഡിവിസിബിൾ ബൈ 7 ആണോ എന്ന് ചെക്ക് ചെയ്തേ. അല്ലേ, നോക്കാം. ഞാൻ നോക്കിയില്ല. 5 ഇതിന് 5 മൈനസ് ചെയ്യുക. 5ന്റെ ഡബിൾ 10. അവിടെ എന്താണ് അതിന്റെ ഡബിൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 6 3 2 2. അതിന്റെ ഡബിൾ 4. 4 മൈനസ് ചെയ്യുമ്പോൾ 2 3 2. ഈ ഡബിൾ 4. 4 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 90. ഇല്ലയോ? 19 ഡോസ് നോട്ട് മൾട്ടിപ്പിൾ ഓഫ് 7. therefore not divisible by എത്രയാണ്? 7. 19 ആണ് കിട്ടുന്നത്. 90 നോക്കിയാൽ മതി. അപ്പം 19 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അതുകൊണ്ട് ഇതെന്തോ നമ്പർ അല്ല. ഈ നമ്പറിനെ എന്തോ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 7ന്റെ ഡിവിസിബിലിറ്റി നോക്കുന്നത് മനസ്സിലായല്ലോ. എന്താണോ ലാസ്റ്റ് അതിന്റെ ഡബിൾ മൈനസ് ചെയ്ത് ബാക്കിയുള്ള നമ്പർ ഇത് മൈനസ് പോവാ. ഒന്നുകിൽ ലാസ്റ്റ് 0 വരും, അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ വരും. അത് രണ്ടും വന്നില്ലെങ്കിൽ നോട്ട് ഡിവിസിബിൾ ബൈ 7 ആണ്. നോട്ട് ഡിവിസിബിൾ ബൈ എത്രയാണ്? 7. 7 കൊണ്ട് ആ നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കും കേട്ടോ. നമ്മൾ 7ന്റെ ഡിവിസിബിലിറ്റി വരെയായി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. അല്ലെങ്കിൽ അടുത്ത 8ലോട്ട് പോകാൻ നോക്കാം. സെവന്റെ നല്ല വൃത്തിക്ക് പഠിച്ചോണം. 7ന്റെ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് എന്താണോ അതിന്റെ ഡബിള് ബാക്കിയുള്ളതെന്ന് മൈനസ് ചെയ്യുക. വീണ്ടും ഒരു ആൻസർ കിട്ടും. അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണോ അതിന്റെ ഡബിള് ബാക്കിയുള്ളതെന്ന് മൈനസ് ചെയ്യുക. അത് മൈനസ് ചെയ്ത് കിട്ടുന്നതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അതിന്റെ ഡബിള് ബാക്കിയുള്ളതെന്ന് മൈനസ് ചെയ്യുക. വീണ്ടും ലാസ്റ്റ് ഡിജിറ്റ് എന്താണോ അതിന്റെ ഡബിൾ ബാക്കിയുള്ള ഡിജിറ്റ് മൈനസ് ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ട് വരുമ്പോൾ ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഡിവിസിബിൾ ബൈ 7 ആണ്. ഡിവിസിബിൾ ബൈ 7. ഇനി 8. ആണെങ്കിൽ ഇത്ര ഉള്ളൂ. 4 എന്താ? ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ്. 8 ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 8 ആണെങ്കിൽ. ഇപ്പൊ ലാസ്റ്റ് കിടക്കുന്ന 3 ഡിജിറ്റ് നമ്പർ മാത്രം നോക്കുന്നത്. ലാസ്റ്റ് കിടക്കുന്ന 3 ഡിജിറ്റ് നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഫുൾ നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 8 കൊണ്ട്. ഫോർ എക്സാമ്പിൾ 2 5 7 3 2 1 5 4. അപ്പൊ ലാസ്റ്റ് കിടക്കുന്ന ഈ 3 ഡിജിറ്റിനെ മാത്രം നോക്കിയാൽ മതി. 154. അതിനെ 8 കൊണ്ട് പറ്റുമോ? 8 1s are 8. റിമൈനിങ് വരും 7 74. പഠിത്തല്ലോ. 8 9s are 72. റിമൈൻഡർ 2. അപ്പൊ ഇതിനെ പൂർണ്ണമായിട്ട് ആ ലാസ്റ്റ് 3 ഡിജിറ്റിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. വിച്ച് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ എത്രയാണ്? 8. അപ്പൊ 8ന്റെ ഡിവിസിബിലിറ്റി നോക്കാൻ ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം എടുത്താൽ മതി. അപ്പൊ ലാസ്റ്റ് കിടക്കുന്ന 3 ഡിജിറ്റിനെ എത്ര കൊണ്ട്? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? പൂർണ്ണമായിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വേറെണ്ണം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? 7 2 1 4 8 8. നോക്കാം. ഈ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ലാസ്റ്റ് കിടക്കുന്ന 3 നമ്പർ എടുക്കുക. 488. എത്ര? 8 6 are 48. റിമൈൻഡർ 0. 8 താത്രക്ക് 8 1s are 8. റിമൈൻഡർ 0. അപ്പൊ ഈ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ല എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ 8ന്റെ ഡിവിസിബിലിറ്റി ആണെങ്കിൽ അപ്പൊ 4ന്റെ 8ന്റെ എല്ലാം കണക്റ്റഡ് ആണ്. 2ന്റെ എന്തായിരുന്നു? 2 4 8. അത് കണക്റ്റഡ് ആണ്. 2 എന്ന് വെച്ചാൽ ലാസ്റ്റ് 0 2 4 6 8 വരണം 2ന്റെ. 4 ആണെങ്കിൽ ലാസ്റ്റ് 2 നമ്പർ ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്തായിരിക്കണം? 4ന്റെ ഡിവിസിബിലിറ്റി ആണെങ്കിൽ ആ നമ്പറിനെ പൂർണ്ണമായിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി 8 ആണെങ്കിലോ ലാസ്റ്റ് 3 നമ്പേഴ്സ് 3 ഡിജിറ്റ് നമ്പർ ലാസ്റ്റ് കിടക്കുന്ന 3 ഡിജിറ്റ് നമ്പറിനെ ഡിവിസിബിൾ ബൈ 8 ആണെങ്കിൽ ആ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? പൂർണ്ണമായിട്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
ഇതാണ് 8ന്റെ എന്ന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് 8ന്റെ. ഇനി ഡിവിസിബിൾ ബൈ 9. 9 3 ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു. എന്താണ്? സം ഓഫ് ഡിജിറ്റ്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. അപ്പൊ സം ഓഫ് ഡിജിറ്റുകളുടെ സമ്മിനെ 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ഡിവിസിബിൾ ബൈ എത്ര ആയിരിക്കും? 9 ആയിരിക്കും. ആ നമ്പറിനെ എത്ര ഡിവൈഡ് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് 9ന്റെ ഡിവിസിബിലിറ്റി? എന്താണ്? സം ഓഫ് ഡിജിറ്റ്. ഇത് തന്നെ 3 തന്നെ. 3 9 3 9 കണക്ട് ആണ്. 2 4 8 ഇപ്പൊ 10 എത്രയാണ്? ഇതൊക്കെ ഒന്നുമില്ല. വേറെ എഴുതാം. 5 7 3 2 1 4 7 2. ഈ 9ന്റെ ഡിവിസിബിലിറ്റി ആണോ ചെക്ക് ചെയ്യാൻ ആഡ് ചെയ്ത് നോക്കുക. 7 5 12 3 15 15 2 17 17 1 18 18 18 7 25 25 27 വരും സമ്മ്. 27 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഡിവൈഡ് ബൈ എത്രയാണ്? 9. അതുകൊണ്ട് ഈ നമ്പർ എന്താണ്? ഡിവിസിബിൾ ബൈ 9 ആണ്. അപ്പൊ 27 എന്ന് പറയുന്നത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഈ നമ്പറിനെ എത്ര ഡിവൈഡ് ചെയ്യാം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡൗട്ട് ഉണ്ടോ? സർ, ഞാൻ 8ന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ചോദിച്ചു. നമുക്കതിൽ 8 കൊണ്ട് 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരുവിധം ടൈം ഒരു ചെറിയ ടൈം വേരിയേഷൻ വരുമല്ലോ. അപ്പൊ നമുക്കത് 4x2 എന്നാക്കിയിട്ട് അതിന് 4ലും 2ലും പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ പറ്റില്ലേ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ 6ന്റെ രീതിയിലല്ലേ ഇപ്പൊ ചോദിച്ചത്. ഈ 6ന്റെ ഈ 2ഉം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൈം നമ്പേഴ്സ് ആണ്, പ്രൈം ഫാക്ടർ ആണ്. ഇവിടുത്തെ GCD 1 ആണ്, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഈ രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും, അതൊക്കെ വരുന്നതേ ഉള്ളൂ, ഏറ്റവും വലിയ നമ്പർ 1 ആണ്. ഇപ്പൊ 8 എന്ന് പറഞ്ഞാൽ 2ഉം 4ഉം ആണ്. ഇതെന്തോ നമ്പർ അല്ല, ഇത് 2 പ്രൈം ആണ്. 4 പ്രൈം ആണോ? അല്ല. എന്ന് വെച്ചാൽ ഇതിന്റെ നോക്കിയേ, 2ന്റെയും 3യുടെയും കൂടെ LCM 6 ആണ്. 2നെയും 3 LCM എന്ന് വെച്ചാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ആ LCM വെച്ചാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മൾട്ടിപ്പിൾ. ഇപ്പൊ 2ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാ? 2 4 6 8 10 12 14 ഇങ്ങനെ പോകുന്നു. 3യുടെയോ? 3 9 പിന്നെ എത്ര? 3യുടെ 3 6 9 12 15 എത്രയാണ്? 18 21 ഇങ്ങനെ പോകും 3യുടെ മൾട്ടിപ്പിൾസ്. എന്നിട്ട് LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത ടോപ്പിക് വരുന്നുണ്ട്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഏതൊക്കെ? ഇതെല്ലാം മൾട്ടിപ്പിൾ ഓഫ് 2ഉം ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. പിന്നെ മൾട്ടിപ്പിൾ ഓഫ് കോമൺ മൾട്ടിപ്പിൾ ഏതൊക്കെ വരുന്നത്? 6 രണ്ടിടത്ത് ഒരു കോമൺ മൾട്ടിപ്പിൾ ആണ്. പിന്നെ എത്ര വരുന്നത്? 12. ഇതൊക്കെയാണ് കോമൺ മൾട്ടിപ്പിൾ. ഇതിനകത്ത് ഏറ്റവും ചെറുതാണ് LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതാണ് 6 വരുന്നത്, ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറിയ 6. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ ഈ 2ന്റെയും 3യുടെയും LCM ആണ് 6. അതുകൊണ്ടാണ് 6ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണ്. 2 കൊണ്ടും 3 കൊണ്ടും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും, എന്തുകൊണ്ടാണ്? ഇത് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതൊക്കെയാ നോക്കി. ഈ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതൊക്കെ? 2 കൊണ്ടും 6നെ ഡിവൈഡ് ചെയ്യാം. പിന്നെ ഏതാണ്? 12നെ ഡിവൈഡ് ചെയ്യാം. പിന്നെ ഏത് വരും? 18നെ ഡിവൈഡ് ചെയ്യാം. ഇതെല്ലാം എന്തിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാറി? എന്തിന്റെ? എന്താണ്? 6ന്റെ. അതാണ് 6ന്റെ ഡിവിസിബിൾ. പക്ഷേ 2ന്റെ എത്ര? 2 4 6 8 10 12 14 ഇങ്ങനെ പോകുന്നു. 4ന്റെ മൾട്ടിപ്പിൾ 4 8 12 പിന്നെ 16 20 അങ്ങനെ പോകുന്നു. ഏത് വരുന്നുണ്ട് കോമൺ? 4. പിന്നെ ഏതാണ്? 8 പിന്നെ 12. എന്ന് വെച്ചാൽ 4 8 12 ഇങ്ങനെ പോകുന്നത്. ഇത് 8ന്റെ മൾട്ടിപ്പിൾ ആണോ വന്നത്? അല്ല. അപ്പൊ 2 കൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 8ന്റെ മൾട്ടിപ്പിൾ വരുമോ? അതാണ്. ആ 8ന്റെ മൾട്ടിപ്പിൾ വരണമെങ്കിൽ അത് ഫാക്ടറൈസ് ചെയ്യുന്ന പ്രൈം ഫാക്ടറൈസേഷൻ ആയിരിക്കണം. ഇത് പ്രൈം ഫാക്ടറൈസേഷൻ ആയതുകൊണ്ടാണ് 2ഉം 3യും പ്രൈം നമ്പേഴ്സ് ആയത്. എന്ന് വെച്ചാൽ അതിന്റെ ഇതിന്റെ രണ്ടിനെയും കൂടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആയതുകൊണ്ടാണ്. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ രണ്ടിനെയും കൂടെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏത് നമ്പർ ഉണ്ട്? 2 ഉണ്ട്. 1 അല്ലാതെ 2 ഉണ്ട്.
2 കൊണ്ട് ഈ രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ അത് കോപ്രൈം, പ്രൈമും കോപ്രൈമും ഒക്കെ ഉണ്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ കാര്യം. അപ്പം 8 പറയുകയാണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് തന്നെ ചെയ്യണം. ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ എത്ര ആണെങ്കിൽ 8 ആണെങ്കിൽ ആ നമ്പറിനെ പൂർണ്ണമായിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ നമ്പറിനെ പൂർണ്ണമായിട്ടും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. ഇപ്പൊ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ പൂർണ്ണമായിട്ട് എത്ര ഡിവൈഡ് ചെയ്യാം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്കതിനെ 3 2 എന്നുള്ളത് എഴുതിക്കൂടെ? അത് 2 ആകുമ്പോ നമുക്ക് പ്രൈം ആണല്ലോ. ഏതാ 3? എങ്ങനെ? 2 × 2 × 2 അപ്പോ 8 ആണല്ലോ. എന്നിട്ട് അപ്പൊ എന്തോ ചെയ്യും? എങ്ങനെ അപ്പൊ മനസ്സിലാക്കും? നമുക്ക് ലാസ്റ്റ് നമ്പർ 2 വന്നെന്നും പറഞ്ഞ് നമുക്ക് 8ന്റെ ഡിവിസിബിലിറ്റി ആവുമോ? അല്ലെങ്കിൽ 2 × 2 × 2 8 വന്നെന്നും പറഞ്ഞാവോ? ഇല്ല. നമ്മള് യഥാർത്ഥ ഈ റൂള് കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 100 ലാസ്റ്റ് 3 100 ഇല്ലയോ? ഈ 100 ലാസ്റ്റ് 2 ഡി നമ്പർ ഈ ലാസ്റ്റ് ഇപ്പം 100നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട്. ശരിയില്ലേ? ഈ 100 എന്ന് പറയുന്ന നമ്പറിനെ 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാം. ഈ 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ കിടക്കുന്ന ഇപ്പുറത്തോട് ഇപ്പം 104 ഇപ്പൊ 100നെ 4 കൊണ്ട് ബാക്കിയുള്ള നമ്പർ നോക്കിയാൽ മതി. 4 നോക്കിയാൽ മതി. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 108നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 112 ഈ നമ്പറുകൾ മാത്രം. അതാണ് 4ന്റെ ഡിവിസിബിലിറ്റി വരുന്നത്. എന്നുവെച്ചാൽ 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എത്ര വന്നാലും ഇവിടെ എത്ര നമ്പർ വന്നാലും ഇവിടെ 100നെ 4 കൊണ്ട് അതുകൊണ്ട് 200 100നെ ഡിവൈഡ് ചെയ്യാമെങ്കിൽ 200നെ 300നെ 400നെ 500 100ന്റെ മൾട്ടിപ്പിൾസിനെ എല്ലാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 100ന്റെ മൾട്ടിപ്പിൾസിനെ എല്ലാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കി 2 ഡിജിറ്റുകളെ വരുന്നുള്ളൂ അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പം 144 ഉറപ്പായിട്ട് 100ന് ഇപ്പൊ 144 എത്ര ഉണ്ടാകും? ഉറപ്പായിട്ട് 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ 44 കൊണ്ട് നോക്കിയാൽ മാത്രം മതി. ചെക്ക് ചെയ്യുമ്പോൾ എത്രയാണ്? 4 കൊണ്ട് 4 3 സാർ എത്രയാണ്? 12. റിമൈനിങ് എത്ര വരും? 24. എത്രയാണ്? 4 6 സാർ എത്രയാണ്? 24. ഉറപ്പായിട്ടും പറ്റും. എന്ന് വെച്ചാൽ 100 ഡിവിസിബിൾ ബൈ 4 ആയതുകൊണ്ട്. പക്ഷേ 100 ഡിവിസിബിൾ ബൈ 8 ആണോ? അങ്ങനെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കാൻ അല്ല. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 8 20 2 16 റിമൈൻഡർ 4 ഉണ്ട്. പക്ഷെ 1000 നോക്കുക. 1000നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 8 ഉണ്ട്. 8 1s are 8 20 8 2s are 16 40 8 5s are 40. അപ്പൊ 1000നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈ 3 ഡിജിറ്റ് ഈ 3 പ്ലേസില് 8ന്റെ ഏത് മൾട്ടിപ്പിൾ വന്നാലും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആ 3 സീറോസ് അടങ്ങുന്നില്ലയോ? ആ പ്ലേസിൽ ഏത് ഡിജിറ്റ് വന്നാലും ഏത് ഡിജിറ്റ് 8ന്റെ ഡിവിസിബിലിറ്റി വന്നാലും എന്തോണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് ഒരു മെത്തേഡ്. ഈ മെത്തേഡെ പറ്റത്തുള്ളൂ. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഒരേ ഒരു മെത്തേഡ്. 8 ഈ 2 4 8 കണക്റ്റഡ് ആണ്. പഠിച്ചോണം. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇനി 4 വന്നാലോ? ലാസ്റ്റ് 2 ഡിജിറ്റ്. 8 വന്നാലോ? ലാസ്റ്റ് 3 ഡിജിറ്റ്. എന്നിട്ട് വലിയൊരു നമ്പർ കിടക്കുന്നു. 8 2 4 7 3 2 1 5 7 2 7 3 8 1 4 2 ഇങ്ങനൊരു നമ്പർ കിടക്കുന്നത്. ഇനി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം നോക്കിയാൽ മതി. 143 ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 8 1s are 8 റിമൈനിങ് എത്രയാണ്? 62. പറ്റത്തില്ലല്ലോ. 8ന്റെ അല്ലേ? എത്രയാണ്? 8 7s are 56 വരത്തുള്ളൂ. റിമൈൻഡർ എത്രയാണ്? 6 വരുന്നുണ്ട്. അപ്പൊ നോട്ട് ഡിവിസിബിൾ. ജസ്റ്റ് ആ 3 ഡിജിറ്റിനെ മാത്രം, അല്ലാതെ ഒരു മെത്തേഡും ഇല്ല കേട്ടോ. അല്ല, ഒന്നും വിചാരിക്കരുത്. ഒരു മെത്തേഡും ഇല്ല. 2 കൊണ്ടാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. 4 കൊണ്ടാണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4 ആയിരിക്കണം. 8 കൊണ്ടാണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് ഈസ് ഡിവിസിബിൾ ബൈ എത്ര ആയിരിക്കണം? 8 ആയിരിക്കണം. ഓക്കെ ആണോ? മറ്റേ 6 കമ്പയർ ചെയ്യരുതേ. 2 കൊണ്ടും 3 കൊണ്ടും പറ്റുവാണെങ്കിൽ 6 കൊണ്ട് പറ്റും. വേറെ ഒന്നും കമ്പയർ ചെയ്യരുതേ.
അപ്പം 2, 4, 8 ഇത് കൂട്ട് തന്നെ പഠിക്കണം. 2 ആണെങ്കിൽ ലാസ്റ്റ് 2, 4 ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്, 8 ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്. അങ്ങനെ തന്നെ പഠിക്കണേ. പിന്നെ നമുക്ക് ഞാൻ പറയാൻ വന്നത് 11ന്റെ അല്ലായിരുന്നു. 10ന്റെ ആണെങ്കിൽ ലാസ്റ്റ് എന്ത് വരണം? 0 വരണം. ഞാനൊരു 9ന്റെ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് പോകരുന്നില്ലേ? 9ന്റെ ഒരു എക്സിലിട്ട് ഒരെണ്ണം കൂടെ പറയാം. 3, 7, 2, 3x 5, 7, 2, 1 is divisible by 9 ആണെങ്കിൽ ഫൈൻഡ് എക്സ് കാണാൻ. ഫൈൻഡ് എന്ത് കാണാനാണ്? എക്സിന്റെ വാല്യൂ കാണാൻ. അപ്പൊ എക്സിന്റെ വാല്യൂ കാണണമെങ്കിൽ ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ സം ഓഫ് ഡിജിറ്റ് കാണുക. 7, 3, 12, 12, 3, 15, 5, 20, 27, 27, 3, 30. അപ്പൊ 30 പ്ലസ് എക്സ്. അപ്പൊ 30 കഴിഞ്ഞ് വരുന്ന 9ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയുണ്ട്? 36. 36. എക്സിന് ഒരു വാല്യൂ 6 ആകാം. ഇനി വേറെ വല്ലതും ഉണ്ടോ? 6 മാത്രമല്ലേ വരുള്ളൂ? 6 മാത്രമേ വരത്തുള്ളൂ. 36 കഴിഞ്ഞാൽ 45. 45 പറഞ്ഞെങ്കിൽ ഇതിലൂടെ 9 ആഡ് 15 ആണ്. 15 ഡിജിറ്റ് അല്ല. അപ്പൊ ഒരേ ഒരു നമ്പറേ ഉള്ളൂ, 6 മാത്രം. only one number 6 മാത്രം. അപ്പൊ 6 കൊടുത്ത് വെച്ചാൽ എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. അപ്പൊ 9ന്റെ ഡിവിസിബിലിറ്റി മനസ്സിലായല്ലോ. അപ്പൊ 9ന്റെ ഡിവിസിബിലിറ്റി എന്താണ്? സം ഓഫ് ദി ഡിജിറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ അതെന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. ഇനി നമുക്ക് 11ന്റെ നോക്കാം. ഒരു നമ്പർ പറയാം. 11 സാർ ഒന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പൊ ഡിവിസിബിൾ ബൈ 11. 11ന്റെ ഡിവിസിബിലിറ്റി പറയുന്നത്, ഈ 11ന്റെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു എക്സാമ്പിളൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിസിബിൾ ഞാൻ എക്സാമ്പിൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് 2143 ഒരു എക്സാമ്പിൾ 2143. ഓക്കെ. അപ്പം ഡിവിസിബിൾ ബൈ 11 ചെക്ക് ചെയ്യുന്നത് ഇതിന്റെ ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് എടുക്കും. ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ ഇത് ഓരോ ഒന്നര വിട്ട്. അപ്പൊ ഓൾട്ടർനേറ്റീവിന്റെ സമ്മ കണ്ടുപിടിക്കുക. അപ്പൊ 4ഉം 2ഉം എത്ര? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 6. അപ്പൊ ഓൾട്ടർനേറ്റീവ് ഇവിടെ എത്ര? 2 + 4. അപ്പൊ 2 + 4 = എത്രയാണ്? 6. ഇവിടെ 1ഉം 3ഉം ആണ്. അപ്പൊ 1 + 3. 1 + 3 = എത്രയാണ്? 4. അപ്പൊ ഓൾട്ടർനേറ്റീവ് നമ്പറിന്റെ എന്താണ് ഡിഫറൻസ് കാണുക. ഓൾട്ടർനേറ്റീവ് നമ്പറിന്റെ ഡിഫറൻസ് എത്ര പറയും? അപ്പൊ 6 - 4 = എത്രയാണ്? 2. അപ്പൊ എന്താണ്? ഓൾട്ടർനേറ്റീവ് നമ്പറിന്റെ സമ്മ് കണ്ടുപിടിച്ചിട്ട് അവയുടെ ഡിഫറൻസ് കാണുക. ഓഡ് പ്ലേസിൽ ഈവൻ പ്ലേസിലും ഉള്ളത്. ഓഡ് പ്ലേസ് വെച്ചാൽ ഇത് 1st പ്ലേസ്, ഇത് 2nd പ്ലേസ്, 3rd പ്ലേസ്, 4th പ്ലേസ്. അപ്പൊ ഓഡ് പ്ലേസിലുള്ളത് ഇത് രണ്ടും, ഈവൻ പ്ലേസ് ഇത് രണ്ടും. അപ്പൊ ഓൾട്ടർനേറ്റീവ് അത്രയേ ഉള്ളൂ. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ എന്ത് കണ്ടുപിടിക്കുക? ഡിഫറൻസ് കാണുക. ആ ഡിഫറൻസ് മൾട്ടിപ്പിൾ ഓഫ് 11 ഓർ 0 വന്നാൽ, ഒന്നെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 വന്നു കഴിഞ്ഞാൽ ഈസ് ഡിവിസിബിൾ ബൈ 11 എന്ന് പറയും. ഈസ് ഡിവിസിബിൾ ബൈ എത്രയാണ്? 11. അപ്പൊ ഈ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമോ? കേൾക്കുന്നുണ്ടോ? ഇല്ല. എന്താണ് ഓൾട്ടർനേറ്റീവ് സീക്വൻസിന്റെ സം എന്തല്ല വന്നത്? സമ്മിന്റെ ഡിഫറൻസ് എന്തല്ല വന്നത്? 0യോ 11ന്റെ മൾട്ടിപ്പിളോ അല്ലാത്തതുകൊണ്ട് ഈ നമ്പറിന്റെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിയോ. ഇതിനകത്ത് ഞാൻ പറയാം. അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നോട്ടായത്
വേണ്ട പ്രശ്നം നോക്കിയ എന്തുവാ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് 1 2 4 5 എക്സ് 4 2 ഈസ് ഡിവിസിബിൾ ബൈ 11. ഇത് ഡിവിസിബിൾ ബൈ 11 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ്. നമുക്ക് എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കാം. ഇതിൽ ഒരു ഓൾട്ടർനേറ്റീവ് സം ഉണ്ട് 1 പ്ലസ് 4 പ്ലസ് എക്സ് പ്ലസ് 2. എത്ര കിട്ടും? അതിന്റെ എല്ലാം കൂടെ സം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5 × 7 7 പ്ലസ് എക്സ്. ഉണ്ടോ? 7 പ്ലസ് എക്സ് കിട്ടി. ഇനി അടുത്ത ഓൾട്ടർനേറ്റീവ് പറഞ്ഞേ. ല്ലോ 2 പ്ലസ് 5 പ്ലസ് 4 എത്ര കിട്ടും? 7 7 4 11. അവിടെ ഉണ്ടോ? ഈ ഓൾട്ടർനേറ്റീവ് എടുത്ത് ഡൗട്ട് ഉണ്ടോ? ഒന്നര വട്ടമുള്ള നമ്പേഴ്സിന്റെ സം. അപ്പൊ ആരാണ്ട് ഓഡ് പ്ലേസിൽ ഈവൻ പ്ലേസിലുള്ള സം ഉണ്ട്. ഇതിന്റെ ഡിഫറൻസ് കാണുക. ഇതിന്റെ ഡിഫറൻസ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് കാണാം 7 പ്ലസ് എക്സ് മൈനസ് 11. ഒന്നെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 നോക്കാം. അപ്പൊ ഇത് എത്ര കിട്ടും? 7 മൈനസ് ഇതേ മൈനസ് ഇത് നമ്മൾ ഡിഫറൻസ് ആണ്. 7 പ്ലസ് എക്സ് മൈനസ്. അപ്പൊ 7 പ്ലസ് എക്സ് മൈനസ് 11 എത്ര വരുന്നത്? എക്സ് മൈനസ് 4 ഈക്വൽ ടു 0. എക്സിന്റെ വാല്യൂ എത്ര വരാം? 4. എക്സിന്റെ വാല്യൂ എത്ര വരാം? 4. എക്സിന്റെ വാല്യൂ 4 അല്ലെങ്കിൽ അതിന്റെ അടുത്ത അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾസ്, അല്ലെങ്കിൽ എന്താണ് എക്സ് മൈനസ് 4 ഈക്വൽ 11 വരാം. അപ്പൊ എക്സ് ഈക്വൽ 15. 15 ഒരിക്കലും വരത്തില്ല. അല്ലെങ്കിൽ എക്സ് മൈനസ് 4 ഈക്വൽ അടുത്ത മൾട്ടിപ്പിൾ 22 വരാം. എക്സ് ഈക്വൽ എത്ര? 26. ഈ മൈനസ് 4 ആകുമ്പോൾ പ്ലസ് 4 ആവും. ഇതൊന്നും ഒരിക്കലും വരത്തില്ല. അപ്പൊ ഏത് ഓപ്ഷൻ വരത്തുള്ളൂ? 0 കൊടുക്കുന്ന ഓപ്ഷനെ വരത്തുള്ളൂ. അപ്പൊ ഒന്നെങ്കിൽ 0 ആകാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 വരാം. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് കാണുക. അപ്പൊ ഓൾട്ടർനേറ്റീവ് സീക്വൻസ് കണ്ടുപിടിച്ച് 7 പ്ലസ് എക്സ് തിരിച്ചു ചെയ്താലും മറിച്ച് ചെയ്താലും ഒന്നുകൂട്ട് വരാം. തിരിച്ചു മൈനസ് ചെയ്യാം. എന്നുവെച്ചാൽ 11. അപ്പൊ തിരിച്ച് മൈനസ് ശ്രദ്ധിക്കണം. 11 മൈനസ് ബ്രാക്കറ്റ് ഇടണം. എന്നുവെച്ചാൽ മൈനസ് കഴിഞ്ഞ് ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടെങ്കിൽ എപ്പോഴും ബ്രാക്കറ്റ് ഇട്ട് തന്നെ പഠിക്കണം. അപ്പൊ ഓൾട്ടർനേറ്റീവ് സീക്വൻസിന്റെ ഡിഫറൻസ് ഒന്ന് തിരിച്ചു മറിച്ച് എങ്ങനെ വേണമെങ്കിലും മൈനസ് ചെയ്യാം. പക്ഷെ മൈനസ് ചെയ്യുമ്പോൾ മൈനസ് കഴിഞ്ഞ് ഒന്നിൽ കൂടുതൽ ടൈമിനെയാണ് മൈനസ് ചെയ്യുന്നതെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് തന്നെ ചെയ്യണം, അല്ലെ തെറ്റാണ്. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11 മൈനസ് 7 മൈനസ് എക്സ് ഈസ് ഈക്വൽ 0. അപ്പൊ 4 മൈനസ് എക്സ് ഈസ് ഈക്വൽ 0. ഈ മൈനസ് എക്സ് എടുത്ത് അപ്പുറത്ത് രൂപ. അപ്പൊ 4 ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് എക്സ്. എങ്ങനെയായാലും എക്സിന്റെ വാല്യൂ 4. ഈ ഓപ്ഷൻ എത്ര വരും? എക്സിന്റെ വാല്യൂ എത്ര കിട്ടിയത്? 4. അപ്പൊ ഇതാണ് 11ന്റെ ഡിവിസിബിലിറ്റി നോക്കുന്നത്. അപ്പൊ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പൊ ഒരു ഡിവിസിബിൾ ബൈ 11 ആണെങ്കിൽ ഒരു നമ്പർ, വലിയൊരു നമ്പർ തന്നിട്ട് അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതിനകത്ത് ഒരു ഡിജിറ്റ് മിസ്സിംഗ് ആണെങ്കിൽ ആ ഡിജിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓൾട്ടർനേറ്റീവ് സീക്വൻസ് കാണുക. അപ്പൊ ഓൾട്ടർനേറ്റിംഗ് ഡിജിറ്റുകളുടെ സമ്മിന്റെ ഡിഫറൻസ് ഒന്നെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 വരണം. അപ്പൊ 0 എക്സ് 4 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 എന്ന് വെച്ചാൽ ഈ വാല്യൂ, ഈ കിട്ടിയ വാല്യൂ 0 വരെ 11 കൊടുക്കാം. 11 കൊടുത്ത എക്സ് മൈനസ് 4 ഈക്വൽ 11 വരും. എക്സിന്റെ വാല്യൂ 15 വരും. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ 22 ആണ്, കൂടി പോകത്തുള്ളൂ. അപ്പൊ എക്സിന്റെ ഒരേ വാല്യൂ എത്ര വരുന്നത്? എക്സ് എത്രയാണ്? 4. സർ ക്ലിയർ അല്ലല്ലോ. ക്ലിയർ അല്ലയോ? എങ്ങനെ? സൗണ്ട് സ്റ്റെക്ക് ആയി പോണു. ആണോ? നെറ്റിന്റെ ആയിരിക്കും. ഇപ്പം കേൾക്കുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? ഓക്കെ. ഒന്നും കൂടെ കാണിക്കാം. നെറ്റിന്റെ പ്രോബ്ലം.
അപ്പൊ ഈ പ്രോബ്ലം ആ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ എക്സിന്റെ വാല്യൂ ആണോ ഡിവിസിബിൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നല്ലോ. 11 വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാനാണോ? ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എന്തിന്റെ വാല്യൂ കാണാനാണ്? എക്സിന്റെ. എങ്ങനെ? ഇഫ് ഈ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11 ആണെങ്കിൽ, ഈ നമ്പർ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ എക്സിന് ഏത് വാല്യൂ വരും? എക്സിന് ഏത് വാല്യൂ വന്നാൽ ഈ നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മീനിങ് ഈ കിടക്കുന്ന നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ എക്സിന് ഏത് വാല്യൂ വരണം? എക്സിന് ഏത് വാല്യൂ വന്നാൽ, ഇഫ് കണ്ടീഷൻ ആണ്. ഇഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കിടക്കുന്ന നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എക്സിന് ഏത് വാല്യൂ വന്നാൽ പറ്റും. അതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പിടികിട്ടിയോ? ഏതാ? 11 കൊണ്ട് ചെയ്യാൻ പറ്റൂലെങ്കിൽ 11 കൊണ്ട് ചെയ്യാൻ പറ്റാത്ത നമ്പർ 4 ഒഴിച്ച്, നമ്മൾക്ക് 11 കൊണ്ട്, അപ്പം 4 ഒഴിച്ച് ഉള്ള നമ്പർ 11 കൊണ്ട് എക്സിന് 4 ഒഴിച്ച് ഏത് നമ്പർ കൊടുത്താലും ഈ നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എക്സിന്റെ വാല്യൂ, ഈ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചില്ലേ ഇപ്പം. എക്സിന്റെ വാല്യൂ 4 അല്ലാതെ ഏത് വന്നാലും, ഏതൊരു നമ്പർ കൊടുത്താലും ഈ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഓൾട്ടർനേറ്റീവ് സീക്വൻസ് എടുക്കുന്നത് ഇങ്ങനെ വേണ്ടാണ്. ഇത് നമ്മൾ 11 ഡിവിസിബിൾ ബൈ 11 വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആ ഡിവിസിബിലിറ്റി വെച്ചാണ്. അപ്പൊ ഡിവിസിബിൾ ബൈ 11 ചെയ്യണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് 1 കഴിഞ്ഞ് ഒരെണ്ണം വിട്ട് അടുത്താണ് ഓൾട്ടർനേറ്റീവ്, അവിടുന്ന് ഒരെണ്ണം വിട്ട് അടുത്താണ് ഓൾട്ടർനേറ്റീവ്, അവിടുന്ന് ഒരെണ്ണം വിട്ട് അടുത്താണ് ഓൾട്ടർനേറ്റീവ്. ഇതെല്ലാം കൂടെ കൂട്ടുക. അപ്പൊ 1 പ്ലസ് 4 പ്ലസ് എക്സ് പ്ലസ് 2. അപ്പൊ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ, ഡിജിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത്, അപ്പൊ ഇത് 1 + 4 5 ആണ്, 5 + 2 7 ആണ്. അപ്പൊ പിന്നെ ഒരു വേരിയബിൾ ഉണ്ട് പ്ലസ് എന്താണ്? എക്സ്. അപ്പൊ ആ നമ്പർ എല്ലാം കൂടെ, ആ ഡിജിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 + x കിട്ടി. ഇനി അടുത്ത ഓൾട്ടർനേറ്റീവ് 2 ഒരെണ്ണം വിട്ട് 5 5 ഒരെണ്ണം വിട്ട് 4, അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 2 + 5 + 4 അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 2 7 7 5 എത്രയാണ്? 11 വരും. അപ്പം ഓൾട്ടർനേറ്റീവ് സീക്വൻസിന്റെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ചു, ഓൾട്ടർനേറ്റീവ് ഡിജിറ്റുകളുടെ സമ്മ് കണ്ടുപിടിച്ച്. ഇത് ഡിവിസിബിൾ ബൈ 11 ആയതുകൊണ്ട് ഈ ഓൾട്ടർനേറ്റീവ് നമ്പർ ഡിജിറ്റുകളുടെ സമ്മിന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. അപ്പോൾ 7 ആ പ്ലസിൽ നിന്ന് മൈനസ് 7 + x - 11 കാണുക. അത് ഒന്നെങ്കിൽ എന്ത് വരണം? 0 കണ്ടീഷൻ. ഡിവിസിബിൾ ബൈ 11 എന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. ഈ നമ്പർ ഡിവിസിബിൾ ബൈ 11 ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കും. നമുക്ക് 0 ഇട്ട് കണക്കാം. അപ്പൊ 0 ഇടുവാണെങ്കിൽ എത്രയാണ്? 7 + x - 11 = 0. അപ്പൊ 7 - 11 എത്രയാണ്? അപ്പൊ x - 4. 7 - 11 എന്ന് വെച്ചാൽ -4. അപ്പൊ 7 - 11 വലുതിന്ന് ചെറുതിന്ന് വലുത് കുറച്ചാൽ വലുതിന് ചേർത്ത് കൊടുത്തിട്ട് വലുതിന്റെ സൈൻ. അപ്പൊ 7 - 11 എന്ന് പറഞ്ഞാൽ -4 വരും. ഈ -4 അപ്പുറത്ത് എന്താണ്? +4. എക്സിന്റെ വാല്യൂ എത്ര? 4. അപ്പൊ ഈ ഡിഫറൻസ് ഇത് 11 ഡിവിസിബിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിവിസിബിൾ ബൈ 11 ആയതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ഡിജിറ്റുകളുടെ സമ്മ് കണ്ടുപിടിച്ച് അതിന്റെ ഡിഫറൻസ് അത് തമ്മിലുള്ള മൈനസ് ചെയ്യുമ്പോൾ ഈക്വൽ ടു എന്ത് വരണം? 0. അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ വരണം. അപ്പൊ ഇതിനോട് ചേർത്തപ്പോ x - 4 ആ കിട്ടിയത്. അപ്പൊ x - 4 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 0, അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആവണം. അല്ലെങ്കിൽ x - 4 എന്ന് പറഞ്ഞാൽ എന്താകണം? അടുത്ത 11 ആയിരിക്കണം. 11ന്റെ മൾട്ടിപ്പിൾ. പക്ഷേ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 11 + 4 = എത്രയാണ്? 15. 15 എക്സിന് വരുമോ? അതൊരു ഡിജിറ്റ് ആണോ? 15 എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റ് ആണോ? അല്ല, അതൊരു ഡിജിറ്റ് അല്ല. എക്സ് എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റ് ആണ്. അപ്പം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 11ന്റെ മൾട്ടിപ്പിൾ 22, 33 അങ്ങനെ വരെ എന്ത് വേണമെങ്കിലും വരും. പക്ഷെ എക്സിലൊന്നും ആ വാല്യൂ വരാൻ പാടില്ല, വരത്തില്ല. അതൊന്നും ഡിജിറ്റുകളല്ല. ഇവിടെ ഡിജിറ്റ് വരുന്നത് ഏത് വാല്യൂ മാത്രമല്ല? x = 4. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് അപ്പൊ ഈ നമ്പറിന്റെ 1 2 4 5 എക്സിന് എത്ര കൊടുത്ത്? 4, പിന്നെ 4. ഇതാണ് എക്സ്. ഈ നമ്പറിനെ ഉറപ്പായിട്ടും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ?
ഓക്കെ സർ. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അവിടെ XY ആണ്. XY എന്ന് പറഞ്ഞാൽ 2D നമ്പർ ആയിരിക്കും. XY ഒരു 2D നമ്പർ ആയിരിക്കും വരുന്നത്. ചെയ്ത് XYയുടെ നമ്പർ എന്ന് പറയാം. XYയുടെ വാല്യൂ ഇതിൽ എക്സിന്റെയും വൈയുടെയും വില കാണണോ? എക്സിന്റെ വൈയുടെ വാല്യൂ എന്തൊക്കെ വരും? നിങ്ങൾക്ക് ചിലപ്പോ ആലോചിച്ച കിട്ടാം. ഒരു ഐഡിയ കൂടെ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും വരിക എല്ലാം ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. XY എന്നാണ്. XY ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു എക്സിന്റെ വാല്യൂ 6 വരുന്നുണ്ട്, അപ്പൊ വൈയുടെ വാല്യൂ 3 വരുന്നുണ്ട്. എക്സിന്റെ വാല്യൂ അടുത്ത് 6 വരുന്നുണ്ട്, വൈയുടെ വാല്യൂ 1 വരുന്നുണ്ട്. എക്സിന്റെ വാല്യൂ 2 വരുന്നുണ്ട്, വൈയുടെ വാല്യൂ 3. എക്സിന്റെ വാല്യൂ 4 ഓപ്ഷൻ വരുന്നുണ്ട്, വൈയുടെ വാല്യൂ 3. എക്സിന്റെ വാല്യൂ 6 വരുന്നുണ്ട്, അപ്പൊ വൈയുടെ വാല്യൂ 1. എക്സിന്റെ വാല്യൂ 1 വരുന്നുണ്ട്, അപ്പൊ വൈയുടെ വാല്യൂ 7. ഇത് അത്ര ഓപ്ഷൻ തന്നേക്കുന്നത് ഞാൻ പറഞ്ഞതേ. അപ്പൊ നോക്കി, ഇത് ഡിവിസിബിൾ ബൈ 11 ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കുക. കൂട്ടിക്ക് 2 + x + 7 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടി? 9 + x. അത് അടുത്ത ഓൾട്ടർനേറ്റീവ് എത്ര? 3 + y + 0 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടി? 3 + y. അവിടെ ഉണ്ടോ? ഓൾട്ടർനേറ്റീവ് ആയിട്ട് സംഭവം ഡൗട്ട് ഉണ്ടോ? ഓൾട്ടർനേറ്റീവ് ഡിജിറ്റുകളുടെ സമ്മ കണ്ടുപിടിച്ച് 2 + x + 7 അടുത്ത 3 + y + 0 ആണ്. അപ്പൊ ഓൾട്ടർനേറ്റീവിന്റെ ആദ്യത്തെ സമ്മ 9 + x 9 + x 3 + y. ഇനി ഇതിന്റെ ഡിഫറൻസ് കാണുക. ഡിഫറൻസ് പറഞ്ഞാൽ എന്താണ്? 9 + x അത് മൈനസ് ഒന്ന് കൂട്ടി ഞാൻ പറഞ്ഞപ്പോഴും ബ്രാക്കറ്റ് ഈക്വൽ ടു എന്താണ്? 0 അല്ലെങ്കിൽ മൾട്ടിപ്ലസ് 0 ഇട്ട് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടി? 9 + x -3 - y ഈക്വൽ ടു എന്താണ്? 0. സർ അവിടെ ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോ മൈനസ് ആയത്, ഇപ്പുറത്ത് എന്താ പ്ലസ് മൈനസ് ആവട്ടെ? ഏതാ 9 + ഈ x ബ്രാക്കറ്റ് ഒന്ന് മൈനസ് ആകാത്തയോ? ഇതെന്ന് പറഞ്ഞ ഈ മൈനസ് എന്താണ്? ഇങ്ങോട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മൈനസ് ഇതിനകത്തോട്ടാണ് എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ബ്രാക്കറ്റ് ഇട്ടതേ ഉള്ളൂ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ. ഈ മൈനസ് ഓഫ് ഇത് കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു 2 × x + y ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ നടക്കുന്നത് 2 × x + y എന്ന് വെച്ചാൽ ഈ 2-നെയാണ് ഈ ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്ത് കിട്ടും? 2x + എന്താണ്? 2y. ഇതിന്റെ സ്ഥാനത്ത് -1 × x + y ആണെങ്കിൽ ആ -1-നെയാണ് ഈ ബ്രാക്കറ്റിനകത്തോട്ട് കൊണ്ടുവന്നത്. -1 × x -x ഈ -1-ന് പകരമാണ് -1 ഒന്നും സ്പെസിഫൈ ചെയ്തില്ല. ഈ മൈനസ് ഓഫ് x + y എന്ന് വെച്ചാൽ ഈ മൈനസിനെ ബ്രാക്കറ്റിനകത്തോട്ട് കൊടുക്കുക. അപ്പൊ -x എന്താണ്? -x. അടുത്ത -y എന്താണ്? -y. അങ്ങോട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വെളിയിൽ 1 ആണ് മീൻ ചെയ്യുന്നത്. ഒന്നും പറയാം, ഇവിടെ വെളിയിലും 1 ഉണ്ട്. അത് ദാറ്റ് മീൻസ് -1 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ വെച്ചാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്. അപ്പൊ ഈ ബ്രാക്കറ്റിന്റെ വെളിയിൽ കിടക്കുന്ന 1 ആണ്. 1 കൊണ്ട് അകത്തോട്ട് കൊടുത്ത 1 × 9 എത്രയാണ്? 9. 1 × x എത്രയാണ്? x. ഈ -1 കൊടുത്തത് -1 × 3 എത്രയാണ്? -3. -1 × y എത്രയാണ്? -y. അങ്ങനെയാണ് വരുന്നത്.
ഓക്കെ, മനസ്സിലായി? sir. അങ്ങോട്ടൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ മനസ്സിലായി? എപ്പോഴും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന റൈറ്റ് സൈഡിലോട്ടാണ്. ലെഫ്റ്റ് ഞാൻ വെറുതെ ബ്രാക്കറ്റ് കൊടുത്തതേ അവിടെ ബ്രാക്കറ്റിന്റെ യഥാർത്ഥ ആവശ്യമില്ല. മൈനസ് കഴിഞ്ഞാണ് യഥാർത്ഥ ബ്രാക്കറ്റ് ഇടേണ്ടത്. ഇവിടെ ഞാൻ വെറുതെ ബ്രാക്കറ്റ് കൊടുത്ത രണ്ട് നമ്പറിന് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ബ്രാക്കറ്റ് ഇവിടെ 1 ആണ്. 1 അകത്തോട്ട് ഓപ്പറേറ്റ് അത് തന്നെ വരും. ആ ബ്രാക്കറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഇവിടെ മൈനസ് അകത്തോട്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മൈനസിനെ അകത്തോട്ട് കൊടുക്കുമ്പോഴാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ എത്ര കിട്ടി? 9 മൈനസ് 3 എത്രയാണ്? 6 പ്ലസ് എക്സ്. ഇനി ഇതിനകത്ത് ഓരോ ഓപ്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് അതൊക്കെ നോക്കാം, അല്ലാതെ കണ്ടുപിടിക്കും. കൊടുത്തിട്ട് ഓപ്ഷൻ ആദ്യം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വൈയുടെ വാല്യൂ നോക്കാം. അപ്പൊ എക്സിന് ആദ്യം 6 കൊടുത്ത് നോക്കുക. അപ്പൊ 6 കൊടുക്കുമ്പോൾ എത്രയാണ്? ഇവിടെ എക്സ് ഇതാ 6. ആദ്യം എക്സ് വൈന്നല്ലേ എക്സിന്റെ വാല്യൂ 6 കൊടുത്ത് നോക്കുമ്പോൾ ആദ്യം എക്സിന് 6 കൊടുത്ത് നോക്കാം നമുക്ക്. അപ്പൊ 6 പ്ലസ് 6 മൈനസ് വൈ. 6 പ്ലസ് 6 12. അപ്പൊ എന്തോലും 12 മൈനസ് വൈ ഈസ് ഈക്വൽ 0, വൈ ഈസ് ഈക്വൽ 12. അതൊരിക്കലും നടക്കത്തില്ല. അപ്പൊ എക്സിന് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? 6. പക്ഷെ വേറെ കാര്യമുണ്ട്. 0 മാത്രമല്ല, ഇത് എന്തിന്റെ മൾട്ടിപ്പിൾ ആകാം? 11ന്റെ മൾട്ടിപ്പിൾ ഓർ 11 ആകാം. 11ന്റെ മൾട്ടിപ്പിൾ ആകാം. അപ്പൊ 0യും കൊടുക്കുക 11. അപ്പൊ നമുക്ക് കിട്ടിയത് തന്നെ അപ്പുറത്തെ പേരിലോട്ട് നമുക്ക് കിട്ടിയത് 6 പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ 0 ഓർ മൾട്ടിപ്പിൾ ഓഫ് 11. അപ്പൊ 11 ചെക്ക് ചെയ്യണം. ആദ്യം നമ്മുടെ ഓപ്ഷൻ കിടന്നത് 63 ആണ്. അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ പുട്ട് എക്സ് ഈസ് ഈക്വൽ 6 കൊടുത്ത് പുട്ട് എക്സ് ഈസ് ഈക്വൽ 6 കൊടുക്കുമ്പോൾ 6 പ്ലസ് 6 മൈനസ് വൈ ഈക്വൽ 0 then y ഈസ് ഈക്വൽ 12 വരും, വിച്ച് ഇസ് നോട്ട്. അടുത്ത 11ന്റെ മൾട്ടിപ്പിൾ നോക്കാം. അപ്പൊ 6 പ്ലസ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ഒന്നെങ്കിൽ 11 വരാം. എന്ന് വെച്ചാൽ ഈ ഡിഫറൻസ് ഒന്നെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ വരാം, അല്ലെങ്കിൽ 11 പിന്നെ അങ്ങോട്ട് എടുക്കണ്ട, വലിയ നമ്പർ ഒന്നും എടുക്കണ്ട. അപ്പൊ എത്രയാണ്? 6 പ്ലസ് 6 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 11. 6 വാറും 12 മൈനസ് വൈ ഈസ് ഈക്വൽ ടു എത്രയാണ്? 11. അപ്പൊ ഈ മൈനസ് വൈ എടുത്ത് അപ്പുറത്ത് 11 എടുത്ത് ഇപ്പുറത്തിലാവല്ലോ. അപ്പൊ 12 ഈ പ്ലസ് 11 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 11. ഈ മൈനസ് വൈ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് വൈ. വൈയുടെ വാല്യൂ എത്ര കിട്ടി? 1. അപ്പൊ എക്സ് 6 ആകുമ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ്? 1. അപ്പൊ ഓരോ ഓപ്ഷൻ ഇത് വരുന്നുണ്ട്, 61 വരുന്നുണ്ട്. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എത്ര കിട്ടുന്നുണ്ട്? 1 വരുന്നുണ്ട്. അതിന് ഓപ്ഷൻ വല്ലതും ഉണ്ടോ? 61. 61 ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മുടെ ഓപ്ഷൻ ഇതൊക്കെയാണ്. ഉണ്ട്, 61 ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ 61 ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തെടുത്തത്? ഈ ഡിഫറൻസ് കണ്ടുപിടിച്ച് ഈ ഡിഫറൻസ് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിളും എടുക്കണം. അപ്പൊ ഇവിടുത്തെ കേസിൽ 0 ചെക്ക് ചെയ്യണം, 11 ചെക്ക് ചെയ്യണം, 11ന്റെ മൾട്ടിപ്പിളും ചെക്ക് ചെയ്യണം, എന്നാലേ കിട്ടത്തുള്ളൂ. അപ്പൊ ആദ്യം എക്സിന് 6 കൊടുത്ത് ഈ ഓപ്ഷൻ എടുത്ത് വെച്ച് ഇവിടെ എക്സിന് 6 കൊടുത്തപ്പോഴത്തേക്ക് വൈ 12 വരും. അത് ഒരിക്കലും വരത്തില്ല. അടുത്ത എക്സിന് എത്ര കൊടുത്ത്? അത് എക്സിന് 6 തന്നെ കൊടുത്ത് ഈ വാല്യൂ എത്ര ആക്കി? 11 ആക്കി. ഈ ഡിഫറൻസ് 11 ആക്കി, മൾട്ടിപ്പിൾ ഓഫ് 11 ആക്കി. അപ്പം 6 കൊടുത്തപ്പോഴത്തേക്ക് വൈയുടെ വാല്യൂ എത്ര? 1 കിട്ടി. അപ്പൊ 61 വരുന്നുണ്ട്. ഇനി എക്സിന് നമുക്ക് 1 കൊടുത്ത് നോക്കാം. എക്സിന് 1 കൊടുത്ത് നോക്കാം. എക്സിന് 1 കൊടുത്ത് നോക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ എക്സിന് അടുത്ത് 1 കൊടുക്കാൻ പോവാണ്. 1 കൊടുക്കുമ്പോൾ 6 പ്ലസ് 1 ആദ്യം മൈനസ് വൈ ഈ 0 എടുക്കാം. 6 1 7 7 മൈനസ് വൈ ഈക്വൽ 0 then 7 is equal എത്രയാണ്? വൈ. അപ്പൊ വൈയുടെ വാല്യൂ 37. അപ്പൊ എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 7 ആണെങ്കിൽ 17. അപ്പൊ 17 ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ എക്സിന് 1 കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ അത് കിട്ടിയില്ലെങ്കിൽ മാത്രം 11 നോക്കിയാൽ മതി. ഇപ്പൊ വൈയുടെ വാല്യൂ 12 വന്നുകൊണ്ടാണ്, 12 നോട്ട് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് 11 ചെക്ക് ചെയ്തത്. 11 ചെക്ക് ചെയ്ത് വൈയുടെ വാല്യൂ 1 കിട്ടി. അപ്പൊ എക്സ് 6 ആയപ്പോൾ വൈയുടെ വാല്യൂ 1 ആണ്. അപ്പൊ 61 ഒരു ഓപ്ഷൻ ഉണ്ട്. എക്സിന് 1 കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ 7 ആണ്. അപ്പൊ എക്സ് വരുന്നില്ലേ 17 ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ രണ്ട് ഈ ഓപ്ഷൻ വരും, വിച്ച് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ 61 മാത്രമല്ല 61 ഓർ എന്ത് വരാം? 70 വരെ. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ ചെക്ക് ചെയ്താൽ മാത്രം മതി. ബാക്കി ഒന്നും തെക്കേണ്ട ആവശ്യമില്ല, ബാക്കി നോക്കണ്ടാവുമല്ലോ. ആൻസർ ഒന്നേ വരത്തുള്ളൂ. 61 ഓർ 17 വന്നിട്ടുണ്ടെങ്കിൽ 23 നോക്കിയേ വേണ്ട, 23 43 ഒന്നും നോക്കിയേ വേണ്ട. അപ്പൊ 61 ഓർ എന്ത് വരാം? 17 വരാം, ഈ ഡിഫറൻസ്. അപ്പൊ ഇതൊന്നും കൂടെ നോക്കിയോ, ഇതൊന്നും കൂടെ ഞാൻ പറയാം. നമ്പർ
23xy 70. 23xy 70. ഓപ്ഷൻ 63 ഉണ്ട്, 61 ഉണ്ട്, പിന്നെ 23 or 42 എങ്ങാണ്ടുണ്ട്. അടുത്ത 61 or എന്താണ് 70. ഇത് 4 ഓപ്ഷൻ ഉള്ളത്. അപ്പം ഇത് ഡിവിസിബിൾ ബൈ 11ന്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കിയോ, 11ന്റെ ഡിവിസിബിലിറ്റി വരണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കുക. ചോദിച്ചോണേ, അതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ 2 + x + 7 = എത്രയാണ്? 9 + x വരും. 2 + x + 7 = 9 + x വന്നു. അടുത്ത എന്താണ്? 3 + y + 0 എത്ര കിട്ടും? 3 + y വരും. ഇനി ഇതിന്റെ ഡിഫറൻസ് എടുക്കുന്നതാണ് 9 + x മൈനസ് എപ്പോഴും ബ്രാക്കറ്റ് ഇടുക. 3 + y = സീറോ ഓർ എന്താണ് 11. വെറുതൊന്നും വേണ്ട. 0 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 0 or 11. 0 11 വരാം. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ 9 + x - 3 - y = 0 or എന്ത് വരാം? 11 വരാം. രണ്ടും ചെക്ക് ചെയ്യാം. ഒന്ന് പറ്റിയില്ലെങ്കിൽ അടുത്ത 11 കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ഇത് കൂട്ടുമ്പോൾ എത്രയാണ്? 9 × 3 = 6. 6 + x - y = 0 or എന്തെടുക്കാം? 11. ഇത് നമ്മൾ ഓരോന്ന് എക്സിന് ഓരോരോ വാല്യൂ കൊടുക്കാൻ പോവാണ്. അപ്പൊ ഈ ഓപ്ഷൻ വെച്ച് വെക്കാൻ മതി. ആദ്യം എക്സിന് 6 കൊടുത്ത് നോക്കാം. x = 6. അവിടെ 6 പറയുമ്പോൾ 6 + 6 - y = 0. 6 × 12. ഈ -y അപ്പുറവും +y which is not possible. അപ്പൊ 11ന്റെ കേസ് എടുക്കുക. അപ്പൊ 6 + 6 - y = എന്ത് കൊടുക്കുക? 11. 0 അല്ലെങ്കിൽ അടുത്ത 11ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യണം. അപ്പൊ 6 × 12 -y = 11. ഇത് സോൾവ് ചെയ്യുന്നത് ഈ നമുക്ക് വൈയുടെ വാല്യൂ ഇല്ലയോ, ഈ -y എടുത്ത് അപ്പുറത്തും 11 എടുത്ത് ഇപ്പുറത്തും ആക്കുക. അപ്പൊ 12 - 11 = എത്രയാണ്? y. ദെൻ വൈയുടെ വാല്യൂ എത്ര കിട്ടി? 1. നമുക്ക് വേണ്ടത് xy അല്ലായിരുന്നോ? അപ്പൊ എക്സിന്റെ വാല്യൂ 6ഉം വൈയുടെ വാല്യൂ 1. അപ്പൊ 61 ഒരു ഓപ്ഷൻ ഉണ്ട്. 61 കിട്ടി. അപ്പൊ 1 കിട്ടി 61. അപ്പൊ 61 ഇവിടെ രണ്ടിടത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒരിടത്ത് മാത്രം ഉള്ളത് കുഴപ്പമില്ലായിരുന്നു. ഇവിടെ 61 ഉണ്ട്. അപ്പൊ ആ ഓപ്ഷനിൽ വന്നേക്കുന്നത് 17 കൂടെ ചെക്ക് ചെയ്യണം. അപ്പൊ 17 കൂടെ ഈ രണ്ട് സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇതാണ് ഓപ്ഷൻ വരുന്നത്. അപ്പൊ 61 or 17 വരുന്നുണ്ട്. അപ്പൊ 17 ഓപ്ഷൻ വരണമെങ്കിൽ എക്സിന് 1 കൊടുത്ത് നോക്കുക. x = 1 കൊടുക്കും ഇങ്ങോട്ട്. 6 + 1 - y = എത്രയാണ്? 0. അപ്പൊ 7 - y = എന്താണ്? 0. അപ്പൊ 7 = എത്രയാണ്? y. കിട്ടി. വൈയുടെ വാല്യൂ 70. എക്സിന്റെ വാല്യൂ ആൻസർ 70. അപ്പം രണ്ടെണ്ണം കിട്ടി. ഏതൊക്കെയാണ്? 61ഉം ഓർ എന്താണ്? 17. അക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 61 വന്നുകൊണ്ടാണ്. ഇവിടെ 70 ചെക്ക് ചെയ്ത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു 61 കിടപ്പുണ്ട്. അപ്പോൾ ഏത് ഓപ്ഷൻ വരുന്നത്? 61 ഓർ എന്താണ്? 17. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഓപ്ഷൻ എടുത്താണ് ചെക്ക് ചെയ്തത്. അല്ലാതെ നമ്മൾ എക്സിന് പല പല വാല്യൂസ് കൊടുക്കൊണ്ടിരിക്കരുത്. നമ്മൾ ഈ ഓപ്ഷൻ ഇതിനകത്ത് ഏതെങ്കിലും പറഞ്ഞു എക്സിന് ഇതിനെ എക്സ് വൈ ഇത് വേറെ വാല്യൂ ഒത്തിരി വരാം. ഇപ്പൊ എക്സിന് 2 കൊടുത്താൽ 3 കൊടുത്താൽ 4 കൊടുത്താൽ പല പല വാല്യൂസ് വരാം. പക്ഷെ ഓപ്ഷൻ വെച്ച് ചെക്ക്. ഇപ്പൊ എക്സിന് 2 കൊടുത്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. ഇപ്പൊ എക്സിന് 2 കൊടുക്കുമായിരുന്നു. സപ്പോസ് എക്സിന് 2 കൊടുക്കുമായിരുന്നെങ്കിൽ എത്ര വരും? 6 + x - y = 0. 2 അപ്പൊ 8 - y = 0. ദെൻ 8 = y. അപ്പൊ ആൻസർ എത്രയാണ്? 28. ഈ 28 ഓപ്ഷനകത്തുണ്ടോ? 28 കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ 28 ഓപ്ഷനകത്തുണ്ടോ? ഇല്ല. മനസ്സിലായോ? അപ്പൊ ചുമ്മാ വാല്യൂ ആണ് കൊടുക്കുന്നത്. നമ്മൾ ഓപ്ഷൻ ഇങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റൻ അത് ഓപ്ഷൻ വെച്ച് നോക്കണം. എന്ന് വെച്ചാൽ ഈ ആൻസർ എന്ന് വെച്ചാൽ ഒത്തിരി സൊല്യൂഷൻസ് വരാം. അപ്പൊ ആ സൊല്യൂഷൻ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം ഓപ്ഷനകത്ത് വന്നേക്കുന്ന എക്സിനനുസരിച്ച് വാല്യൂ എടുക്കുക. ഓപ്ഷനകത്ത് ഇതാണ് ആദ്യം കിടക്കുന്ന എക്സിന്റെ വാല്യൂസ്, അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സിന് 6 കൊടുത്തപ്പോൾ വാല്യൂ 1 കിട്ടി. അടുത്തത് എക്സിന് 2 കൊടുത്തപ്പോൾ വാല്യൂ 8 ആണ്. അപ്പൊ ഇത് ഒരിക്കലും വരുന്നില്ല. 28 ആണ്. 23 വരുത്തില്ല. അപ്പൊ എക്സിന് 6 കൊടുത്തപ്പോൾ 1 കിട്ടി. അപ്പൊ 7 എക്സിന് 1 കൊടുത്തപ്പോൾ 7 കിട്ടി. ഓക്കെ. അപ്പൊ 0 മാത്രമല്ല ചെക്ക് ചെയ്ത് 11 ചെക്ക് ചെയ്യണം. ഇവിടെ 0 മാത്രമല്ല, ഈ കേസിൽ എന്ത് ചെക്ക് ചെയ്ത്? 11 ചെക്ക് ചെയ്ത് മൾട്ടിപ്ലോ എടുത്ത്. അപ്പൊ പഠിച്ചോണം. ഇത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ.
അപ്പൊ ഇതിന്റെ ആൻസർ 61 ഓർ എന്താണ് 70. എഴുതിയേക്കുന്ന തെറ്റാണ്. അയച്ചതാണെങ്കിൽ ഇവിടെ 2 + x + y വേറെ നമ്പർ ഏത്? വേറെ നമ്പറിന്റെ ഇവിടെ 5ഉം 3 + y + 9 ആണ്. 3 + y + 9 ഇവിടെ ചെറിയായിട്ടൊന്ന് മാറി. ഇത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അല്ല ഇത്. ഇതിന്റെ ആൻസർ വരുന്നത് 2 3 x y 5 9 ഈ നമ്പറായിരുന്നു. ഈ നമ്പറിന്റെ ആൻസർ ആണിത്. ഈ നമ്പറിന്റെ അല്ല. നയനൊക്കെ നമുക്ക് അടുത്ത ദിവസം പറയാം. ഇപ്പൊ പഠിച്ചു വല്ലുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ ഇത് നമ്മൾ നാലും പഠിച്ചാണ്. ഇതിനകത്ത് ഏത് ഓപ്ഷൻ വരും? ഇത് ഒരിക്കലും അപ്പൊ 1 ഒരിക്കലും 4 വരത്തില്ല. 4 വരണമെങ്കിൽ അത് 2 ഈവൻ നമ്പർ. ഇപ്പോൾ 2ഓ 4ഓ 8ഓ ഒക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്തിലാണ്? ഈവൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതൊരു ഈവൻ നമ്പർ തന്നെ ആയിരിക്കണം. 2ലോ 0ലോ 2ലോ 4ലോ 6ലോ 8ലോ എൻട്രി ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ 2 കൊണ്ട് പറ്റത്തില്ല, 4 കൊണ്ട് പറ്റത്തില്ല, 6 കൊണ്ട് പറ്റത്തില്ല, 8 കൊണ്ട് പറ്റത്തില്ല. ഒരു ഈവൻ നമ്പർ കൊണ്ടും ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിവൈഡ് ചെയ്ത് എൻഡ് വിത്ത് 1 ആണ്, ഓഡ് നമ്പറിലാണ്. അപ്പൊ 4 കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഡിജിറ്റിന്റെ സം നോക്കാം. 7 3 10, 10 8 18, 18ഉം 6 24, 24ഉം 7ഉം 31 32. 32നെ 3 കൊണ്ടും പറ്റത്തില്ല, 9 കൊണ്ടും പറ്റത്തില്ല. അപ്പൊ ഇതുമില്ല, ഇതുമില്ല. പിന്നെ ഏതോ ആവശ്യം ഇതായിരിക്കും. ഡിജിറ്റിന്റെ സമ്മിന് 3യുടെ മൾട്ടിപ്പിളും അല്ല, 9ന്റെ മൾട്ടിപ്പിളും അല്ല. മറ്റേതൊന്ന് ഇതിലൊന്ന് നോക്കാം. 7 5 8 7 15, 15 0 15, 15 16. എത്ര ഡി? 6 3 9 9 6 16. 16 മൈനസ് 16 എത്ര ഡി? 0. അതുകൊണ്ട് എന്താണ്? ഡിവിസിബിൾ ബൈ 11 ആണ്. ബാക്കി 3ഉം കട്ടായ ഓട്ടോമാറ്റിക്കലായിട്ട് എന്തായിരിക്കും? 11 ആയിരിക്കും. അപ്പൊ വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ, ഈ നമ്പറിനെ ഇതിനകത്ത് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ എന്താണ്? 4 കൊണ്ട് 2 4 6 ഒരു ഈവൻ നമ്പർ കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അത് എൻഡ് വിത്ത് ഈവൻ ഡിജിറ്റ് ആയിരിക്കണം. ഈവൻ ഡിജിറ്റിൽ എൻഡ് ചെയ്താൽ മാത്രമേ ഒരു ഈവൻ. പിന്നെ ബാക്കി കണ്ടീഷൻ പിന്നത്തെ കാര്യമാണ്. ഒരു ആദ്യം നോക്കേണ്ടത് ഒരു ഈവൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈവൻ ഡിജിറ്റ് ആയിരിക്കണം. അപ്പൊ 4 കൊണ്ട് ഈ നമ്പറിനെ ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അതങ്ങ് വിട്ട്. പിന്നെ 9 3 എന്ന് വെച്ചാൽ സം ഓഫ് ഡിജിറ്റ് ആണ്. സം ഓഫ് ഡിജിറ്റ് 32 ആവുന്നത്. 32 3യുടെ മൾട്ടിപ്പിളും അല്ല, 9ന്റെ മൾട്ടിപ്പിളും അല്ല. അപ്പൊ 3 കൊണ്ടും പറ്റത്തില്ല, 9 കൊണ്ടും പറ്റത്തില്ല. പിന്നെ ഏതാണ്? 11 കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഹലോ സാർ. ഇതുണ്ടോ? പറഞ്ഞു. തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാവോ? ഏതായിരുന്നു? ഓ, ഞാൻ ഇപ്പുറത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതാണോ? അതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് കാണാവോ? ഇതല്ലേ? ഇതില് വിത്ത് ഓൾ ഡിസ്റ്റിങ്ക്റ്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നില്ലേ? അപ്പോ ആ എക്സും വൈയും ഓൾറെഡി വന്നിട്ടുള്ള ഡിജിറ്റ്സ് ആവാൻ പറ്റില്ല എന്നുണ്ടോ? ആ ഡിസ്റ്റിന്റ് ഡേറ്റ് എക്സും വൈയും ഓൾറെഡി വന്നേക്കുന്ന ഡേറ്റ് ആകാൻ പാടില്ല. അപ്പൊ 17 വരുമ്പോ 7 ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ. ഓ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ ഓക്കെ. ഡിസ്റ്റൻസ് 70. ഓക്കെ ഓക്കെ. 70 ഓപ്ഷൻ വരത്തില്ല. ഇവിടെ ഇത് ശ്രദ്ധിച്ച ഓൾ ഡിസ്റ്റിന്റ് ഡിജിറ്റ്, അത് ഞാൻ വായിച്ചില്ലായിരുന്നു. അപ്പൊ ഓൾ ഡിസ്റ്റിന്റ് ഡിജിറ്റ് ആകുമ്പോഴത്തേക്ക് ഏതൊക്കെ വരാം? ഈ വന്നേക്കുന്ന ഡിജിറ്റ് ഒരിക്കലും വരാൻ പാടില്ല. വന്നേക്കുന്ന ഡിജിറ്റ് എന്ന് വെച്ചാൽ 2 3 7 0 ഇനി വരാൻ പാടില്ല. എക്സിനും വൈക്കും ആ ഡിജിറ്റ്, ഈ ഡിജിറ്റുകൾ ഒന്നും വരാൻ പാടില്ല. അങ്ങനെ ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, കറക്റ്റ്. അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയണേ. നമ്മൾ ആ ചില വേർഡൊക്കെ നമ്മൾ അങ്ങ് വായിക്കാൻ വിട്ടുപോകും. ഞാനിത് യഥാർത്ഥത്തിൽ ഇത് ഞാൻ നോക്കിയില്ല, വായിച്ചില്ല യഥാർത്ഥത്തിൽ. ഈ ഒരു നമ്പർ ഈ ഡിജിറ്റൽ 11 മാത്രം വെച്ച്
ആ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിൽ വായിച്ചില്ല. ആ ഡിസ്റ്റിന്റ് എന്നുള്ള വേർഡ് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഡിസ്റ്റിന്റ് ഡിജിറ്റ് ആയതുകൊണ്ട് ഇതൊരു ഡിസ്റ്റിന്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഡിജിറ്റുകളെല്ലാം വ്യത്യസ്തമായിരിക്കണം. വ്യത്യസ്തം വെച്ചാൽ ഒരു ഡിജിറ്റ് പോലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനും വൈക്കും ഒരിക്കലും 2ഉം 3ഉം 7ഉം 0 ആകാൻ പാടില്ല. എക്സും വൈ സെയിം ആകാനും പാടില്ല. എക്സിനും വൈ ഡിഫറെന്റ് അപ്പൊ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പൊ ഈ ഒരു ഓപ്ഷൻ വരത്തില്ല, 2ഉം 3ഉം വരാൻ പാടില്ല, ആ ഒരു ഓപ്ഷൻ വരത്തില്ല, ഇത് വരാൻ പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പൊ ഇതിൽ തന്നെ ഇത് ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. യഥാർത്ഥത്തിൽ 63 ഉണ്ട്, ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്യായിരുന്നു. 23 or 43, 61 or 17. ഓക്കെ, ഇതിനകത്ത് 2370 ഈ ഡിജിറ്റുകളൊന്നും എക്സിനും വൈക്കും വരാൻ പാടില്ല. ഇതിനകത്ത് 3 കിടപ്പുണ്ട്, അതൊരിക്കലും വരത്തില്ല, റെപ്പറ്റേഷൻ വരത്തില്ല. എക്സിനും വൈക്കും ഈ ഡിജിറ്റുകളൊന്നും വരാം, ഡിസ്റ്റിന്റ് ഡിജിറ്റ് ആയതുകൊണ്ട്. പിന്നെ 2, അപ്പൊ ഇത് വരാൻ പാടില്ല. 3 ഇത് വരാൻ പാടില്ല, ഇത് വരാൻ പാടില്ല. അപ്പൊ ഈ 3 ഓപ്ഷനും വരാൻ പാടില്ല. പിന്നെ ഏതാ ഓപ്ഷൻ? 61. നമ്മൾ ചെയ്താലും 61 തന്നെ കിട്ടത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ഓപ്ഷൻ കട്ട് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആ ഡിസ്റ്റന്റ് എന്നുള്ള വേർഡ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഡിസ്റ്റന്റ് എന്നുള്ള വേർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ് ഇത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നത്. അത് ഈ രണ്ടാമത് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും മാത്രം മതി. അവിടെ ഡിസ്റ്റന്റ് ആയതുകൊണ്ട്. അപ്പൊ ഡിസ്റ്റന്റ് ആയതുകൊണ്ട് എക്സ് കോമ നോട്ട് ഈക്വൽ ടു 3, 7, 0. എക്സിനും വൈക്കും ഇത്രയും വാല്യൂ വരാൻ പാടില്ല, വേറെ നമ്പേഴ്സേ വരാൻ പാടുള്ളൂ. അപ്പൊ ഇതിൽ തന്നെ ഓപ്ഷൻ തന്നെ വെറുതെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. 61 ഓപ്ഷൻ എടുത്താൽ മതിയായിരുന്നു. 63 ഒരിക്കലും വരത്തില്ല, 3 ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. 23 വരത്തില്ല, 2ഉം 3 അവിടെ വന്നിട്ടുണ്ട്. 70 വരത്തില്ല, 7 അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആയത് ആൻസർ വരുന്നത് 61. ഞാനത് ശ്രദ്ധിക്കാത്തോണ്ടാണ്. പിടികിട്ടി ഇപ്പം? ബാക്കിയുള്ളവർക്കും പിടികിട്ടി. ഇവിടെ ഡിസ്റ്റന്റ് എന്നൊരു വേർഡ് ഉള്ളതുകൊണ്ടാണ് ഡിസ്റ്റന്റ് ഡിജിറ്റ്, ഓൾ ഡിസ്റ്റന്റ് ഡിജിറ്റ്. ഈ ഡിജിറ്റുകളെല്ലാം വ്യത്യസ്തമായിരിക്കണം, ഒരിക്കലും ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഈ ഓപ്ഷൻ പെട്ടെന്ന് നമുക്ക് പറയാമായിരുന്നു, 61 എന്ന് പറയാമായിരുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തണം. ബാക്കി നമുക്ക് എന്തെങ്കിലും ഇതുവരെയുള്ള ടോപ്പിക്ക് വായിച്ചു തരും. അതായത് ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ചോദിക്കണേ. ഓരോ ദിവസം ക്ലിയർ എന്നിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത്, ഇത്രയും ഡിവിസിബിലിറ്റിയെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കൂടെ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക, നോക്കിയിട്ട് ചോദിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഇതൊക്കെ നല്ല ക്വസ്റ്റ്യനാണ്. നമുക്ക് അടുത്ത ദിവസം എനിക്ക് 9:30 ആയി. അപ്പോൾ കുറച്ച് പണിയുണ്ട്. അപ്പം ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ.